ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നലെ വരെ ഇ.പി. ജയരാജൻ എന്നൊരാളുണ്ടോ എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിക്കുകയാണ്, ബിസിനസ് ഡീൽ ഉണ്ട് എന്ന് കരുതി അത് രാഷ്ട്രീയ ബാന്ധവമാകുമോ എന്ന്. ഇതെന്താ സംഭവം? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇ.പി. ജയരാജനെയും നിങ്ങൾക്കറിയാം, ചന്ദ്രശേഖരനെയും നിങ്ങൾക്കറിയാം. ഇ.പി. ജയരാജന് വൈദേഹി എന്ന് പറയുന്ന ഒരു റിസോർട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഒരു ബിസിനസ് മാഗ്നറ്റാണ് എന്ന കാര്യവും നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ഇന്നുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അവരുടെ ഭാര്യയ്ക്ക് ആ റിസോർട്ടിൽ ഷെയറുണ്ട്, ശരി, എന്ന് വെച്ചിട്ട് വേറെ ആരും ആ ഷെയർ മേടിക്കാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ശ്രേയസ് കുമാർ മാതൃഭൂമിയുടെ MD ആണ്. നാളെ മാതൃഭൂമിയുടെ ഷെയർ ഈ ചന്ദ്രശേഖരൻ മേടിച്ചാൽ അതിനർത്ഥം ഈ മാതൃഭൂമിയുടെ ശ്രേയസ് കുമാറും ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ഷെയറുണ്ട് എന്ന് വിചാരിച്ച് അവർ തമ്മിൽ രാഷ്ട്രീയ ഡീലുണ്ട് എന്ന് താങ്കൾ പറയുമോ? താങ്കളുടെ MD ആണല്ലോ, താങ്കൾ പറയോ ഇല്ലയോ? അതാദ്യം പറയും. ഇല്ല, ഞാനിപ്പോ നമുക്ക് ഈ വിവാദങ്ങൾ അല്ല, ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ രാഷ്ട്രീയ ഡീൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ആരോപിച്ചത് കോൺഗ്രസ് ആണ്, VD സതീശനാണ്. ഇല്ല, ഇപ്പോ രണ്ടുപേര് തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ട് എന്ന് വെച്ചിട്ട് രാഷ്ട്രീയ ഡീൽ ഉണ്ട് എന്ന് പറയണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. താങ്കൾ ഇവിടെ സൂചിപ്പിച്ച ഉദാഹരണം വെച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഇപ്പോ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് ചോദിച്ചാൽ, ഇപ്പൊ ഇ.പി. ജയരാജന്റെ ഭാര്യയ്ക്ക് വൈദേകം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്നുള്ള കാര്യം ഇന്നലെയോ മിനിയാന്നോ ഒന്നും പുറത്തു വന്ന കാര്യമല്ല, അത് നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അത് അവർ വിൽക്കാൻ ശ്രമിക്കുന്നതും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റും നേരത്തെ ചർച്ചയായതാണ്. എന്ന് പറഞ്ഞാൽ ഇത് പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ 2 ദിവസമായിട്ട് ഇത് ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ, ഇ.പി. ജയരാജൻ പൊടുന്നനവേ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. കേരളത്തിൽ ബി.ജെ.പിയും LDF തമ്മിലാണ് മത്സരമെന്ന് പറയുന്നു. മികച്ച സ്ഥാനാർത്ഥികളാണ് ബി.ജെ.പിക്ക് എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നില്ലേ ഇതിപ്പോ എന്താണ് അങ്ങനെ ഒരു പ്രസ്താവനയ്ക്കൊക്കെ പിന്നിലെന്ന്. അപ്പോൾ അതിന്റെ അനുബന്ധമായി ചർച്ചയ്ക്ക് വന്ന വിഷയമാണിത്. അല്ല, പിണറായി വിജയൻ പറഞ്ഞതുപോലെ പരനാറിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞേനെ. അല്ല, അങ്ങനെ രാഷ്ട്രീയ എതിരാളികളല്ലേ? പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് സത്യം പറഞ്ഞുകൂടെ? രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ സത്യം പറയാതിരിക്കണോ? എന്ന് മാത്രമല്ല, രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ ചന്ദ്രശേഖരൻ്റെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. BJP വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം ഒരു പ്രഗത്ഭനല്ലേ? സുരേഷ് ഗോപി അദ്ദേഹം ഒരു പ്രഗത്ഭനല്ലേ? വിഷയം എന്താണെന്നറിയോ? വിഷയം കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുകയാണ്. ഇന്ന് മിസ്റ്റർ ചന്ദ്രശേഖരൻ എന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തെക്കുറിച്ചായിരുന്നു വാസ്തവത്തിൽ ചർച്ച വേണ്ടിയിരുന്നത്. കാരണം സുപ്രീം കോടതിയിൽ കേരളം കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട് 1,10,1.10 lakh crore നഷ്ടപ്പെടുത്തിയ വിഷയവും കേരളത്തിൽ മാനുഫാക്ചറിങ്ങിനും കാർഷിക മേഖലയ്ക്കും ഒരു സ്കോപ്പും ഇല്ലയെന്ന് പരസ്യമായി പറഞ്ഞതും അടക്കമുള്ള വിശദ വിവരങ്ങൾ, കഴിഞ്ഞ 15 വർഷം എന്ത് ചുക്ക് ഈ മനുഷ്യൻ ചെയ്തത്, ഈ വിശ്വപൗരൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ രംഗത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വാർത്താ സമ്മേളനം നടത്തില്ലേ? അതൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ വിവാദമായി വന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്. അതിപ്പോ ഞാൻ ആരോപിക്കുന്നില്ല ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അനുഗുണമായ അന്തരീക്ഷം ഒരുങ്ങി വന്നത് ഒരു പ്രകോപനവുമില്ലാതെ ഇ.പി. ജയരാജൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ താങ്കൾ ബി.ജെ.പിയുടെ നേതാവാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് പ്രഗത്ഭരായ പലരെയും നിർത്തിയിട്ടുണ്ട്, CPM-ഉം പ്രഗത്ഭരായ പലരെയും നിർത്തിയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ ഘട്ടത്തിൽ താങ്കൾ പറയോ, കൊള്ളാലോ CPM-ന്റെ പ്രഗത്ഭരായ ആളുകളുടെ പട്ടികയാണല്ലോ, കൊള്ളാമല്ലോ ഇവരുടെ സ്ഥാനാർത്ഥികളെന്ന് താങ്കൾ പറയോ? ഇല്ലല്ലോ. അല്ല, എല്ലാ സ്ഥാനാർത്ഥികളും മോശമാണെന്ന് പറയണോ? അല്ല, അങ്ങനെയാണോ നിങ്ങൾ? അതാണോ കേരളത്തിൻ്റെ രാഷ്ട്രീയം? മോശമായി ഇതാണ് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളത്. അല്ല, സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അത് പറയുന്നത് ശരിയുമല്ല. എല്ലാ സ്ഥാനാർത്ഥികളും, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും, അവർ കള്ളക്കടത്തിലും ക്രിമിനൽ കേസിലും ഒന്നും കുറ്റവാളികളല്ലെങ്കിൽ എല്ലാവരും നല്ലവരാന്ന് പറയണം. എന്താ കുഴപ്പം? നല്ല പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ? അവരെ തിരഞ്ഞെടുക്കാനായിട്ട് ജനങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ കഴിയട്ടെ എന്ന് പറയണം. ഇനി നിങ്ങൾ ഈ ചോദിച്ചതിൻ്റെ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ട, അദ്ദേഹം ഇ.പി. ജയരാജനോട്, അത് ഇ.പി. ജയരാജനോട് ചോദിച്ചോളൂ. പക്ഷേ താങ്കളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതെന്താ പറഞ്ഞത്? താങ്കളുടെ സ്പെസിഫിക്കായിട്ട് താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കളത് കൃത്യമായി പറഞ്ഞു. താങ്കൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. വളരെ കറക്റ്റാണ്. ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത് ആരാണ്?
ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സാണ്. പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ആക്ഷേപം. അതേതാ സ്ഥാനാർത്ഥി? ഒന്ന് തൃശ്ശൂരിലെ സുരേഷ് ഗോപി, 2 ചന്ദ്രശേഖരൻ. എന്തുകൊണ്ടാണ് ഈ 2 പേർക്ക് നേരെയുള്ള ഈ ആക്ഷേപം? ചന്ദ്രശേഖരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ജനങ്ങളുടെ ഹൃദയം ഇതിനകം തന്നെ കവർന്നു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. പരാജയ ഭീതി കോൺഗ്രസിനെ ശരി, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അവസാനിപ്പിക്കണ്ടേ? പരാജയ ഭീതി കൺക്ലൂഡ് ചെയ്യും. അല്ല, ഞാനിന്ന് തീർത്തോട്ടെ, ഞാനൊന്ന് സമാപിക്കട്ടെ. ശരി ശരി, അതായത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അതായത് കോൺഗ്രസിന്റെ പരാജയ ഭീതി കൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള ഇങ്ങനത്തെ തരം താഴ്ന്ന ആരോപണങ്ങൾ ഇവർ കൊണ്ടുവരുന്നത്. ഞാൻ നിർത്തി.